ആന്ധ്രയിലേക്കാണ്. അവിടെ ക്ഷേത്രത്തിന്റെ മതിൽ തകർന്ന് 8 പേർ മരിച്ചു എന്ന വാർത്ത വരുന്നു. വിശാഖപട്ടണത്തെ സിംഹാചലം ക്ഷേത്രത്തിലാണ് അപകടമുണ്ടായത്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി. മുഹമ്മദ്, എത്രത്തോളം വലിയൊരു അപകടമാണ് സംഭവിച്ചത്? ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം എത്ര പേരുടെ മരണം എന്നതാണ്. പരുക്കേറ്റിട്ടുണ്ടോ ആളുകൾക്ക്? അനുജ, 8 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 4 പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. സ്ഥലം കളക്ടർ അടക്കം അവിടെയുണ്ട്. പ്രദേശത്തെ MLA-യും മന്ത്രിയും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ സംഘമൊക്കെ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി 2:30 ഈ ക്ഷേത്രത്തിൻ്റെ മതിലിടിഞ്ഞു വീണ് ആളുകൾ മരിക്കുന്നത്. അത് 20 ദിവസം മുൻപ് മാത്രം കെട്ടിയ ഒരു മതിലായിരുന്നു. ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ ചന്ദനോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ഭക്തർക്ക് ഈ വിഗ്രഹം കാണാൻ കഴിയുക. അപ്പോൾ സ്ഥിരമായി എല്ലാ വർഷവും അനേകം ഭക്തർ എത്താറുള്ള സ്ഥലമാണ്. അങ്ങനെ വിവിധ ഇടങ്ങളിലായി ക്യൂ സംവിധാനം ക്രമീകരിച്ചിരിക്കുകയായിരുന്നു, ടോക്കൺ എടുക്കാനുള്ള സംവിധാനം. അങ്ങനെ അവിടെ 300 രൂപയുടെ ടോക്കൺ എടുക്കുന്ന ഒരു കൗണ്ടറിന് മുന്നിൽ നിന്ന ഭക്തരുടെ മേലേക്കാണ് ഈ മതിൽ പതിക്കുന്നത്. അങ്ങനെ ആളുകൾ ആശങ്കപ്പെട്ടുകൊണ്ട് ഭയപ്പെട്ട് പലയിടത്തേക്കും ഓടിപ്പോയതും അങ്ങനെ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ മരണവും ഇതിലുണ്ട് എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അങ്ങനെ 8 പേരുടെ മരണം ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുമ്പോഴും 4 പേർ ഗുരുതരമായി തന്നെ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. മറ്റ് ചെറിയ പരിക്ക് പറ്റിയവരൊക്കെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ മഴ പെയ്തതാണ് അപകട കാരണമെന്ന് പറയുന്നു. ഈ മതിലിന് മതിയായ സുരക്ഷ ഉണ്ടായിരുന്നില്ല. ക്ഷേത്ര ഭാരവാഹികളിൽ നിന്നും ഒരു വിശദീകരണം ഇപ്പോൾ ചോദിച്ചിട്ടുമുണ്ട്. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. SDRF-ന്റെയും NDRF-ന്റെയും ഒക്കെ സംഘം അവിടെയുണ്ട്. പോലീസും കൃത്യമായി അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. ഉത്സവം അതിൻ്റെ ആഘോഷങ്ങളുമൊക്കെ കൃത്യമായി നടക്കുമെന്ന് കൂടിയാണ് ഇപ്പോൾ അറിയുന്നത്. അനുജ, ആന്ധ്രയിൽ വിശാഖപട്ടണത്തെ സിംഹാചലം ക്ഷേത്രത്തിന്റെ മതിൽ തകർന്നാണ് 8 പേർ മരിച്ചത്. 4 പേർക്ക് ഗുരുതരമായി പരുക്കേറ്റിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിന് സമീപമാണ് മതിൽ തകർന്നു വീണത്. ടിക്കറ്റ് എടുക്കാൻ കാത്തുനിന്ന ആളുകൾ, ക്യൂ നിന്ന ആളുകൾക്ക് മുകളിലേക്ക് മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. മഴയുണ്ടായിരുന്നു എന്ന വിവരമാണ് മുഹമ്മദ് റഹീസ് നൽകിയത്.